അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ أولادهم من الله شيئا وأولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. إن الذين كفروا ഇന്ന നൂൻ എന്ന അക്ഷരത്തിന് ഷദ് വന്നതുകൊണ്ട് അവിടെ രണ്ട് ഹറക്കത്തിന്റെ സമയം എടുത്ത് മണിക്കണം. ഇന്നല്ലദീന ദാലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക, ദാലിലേക്ക് മാറിപ്പോകരുത്. എന്ന ദീർഘം രണ്ട് ഹർക്കത്തിലും കൂടുതൽ നീട്ടാൻ പാടില്ല. ഇന്നല്ലദീന കഫറൂ റൂ എന്ന ദീർഘവും സാധാരണ ദീർഘമാണ്, അതായത് മദ് ത്വബീഇയാണ്. രണ്ട് ഹർക്കത്തിൽ കൂടുതൽ അവിടെയും നീട്ടാൻ പാടില്ല. ലൻ തുഗ്നിയ ലൻ സുകൂനുള്ള നൂൻ, അതിനുശേഷം വന്നിട്ടുള്ള അക്ഷരം ഇഖ്ഫ ബിഗുന്നയുടെ അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ സുകൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അവിടെ രണ്ടാമതായി ശ്രദ്ധിക്കാനുള്ളത് ഗൈൻ എന്ന അക്ഷരത്തിന്റെ മഖ്റജാണ്. അതോടൊപ്പം ആ അക്ഷരത്തിന് സുകൂൻ കൊടുക്കുമ്പോൾ അവിടെ ഖൽഖലയായി എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാനും പാടില്ല. അൻഹും ഐനിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അൻഹും അംവാലുഹും, ഇവിടെ അൻഹും എന്ന വാക്കിലും അതുപോലെ അംവാലുഹും എന്ന വാക്കിലുമായി 3 സുക്കൂനുള്ള മീമുകളെ കാണാം. ഇവിടെയൊന്നും തന്നെ സുക്കൂനുള്ള മീമിനെ മണിക്കാൻ പാടില്ല. ആ മീം അവിടെ വ്യക്തമായി കേൾക്കുകയും വേണം. വലാ ഔലാദുഹും, ഇവിടെ വലാ എന്ന ലാ എന്ന ദീർഘത്തിന് ശേഷം തൊട്ടടുത്ത പദത്തിൽ ഹംസ വന്നിരിക്കുന്നു. മദ് മുൻഫസിലാണ്. അവിടെ 2, 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ, ഷൈഅൻ എന്ന ഭാഗത്ത് വഖഫിന്റെ അടയാളമായ സ്വിലി കാണാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നിർത്താം, ചേർത്ത് ഓതുന്നതാണ് ഉത്തമം. ഇവിടെ നിർത്തുകയാണെങ്കിൽ ഷൈഅൻ അൻ എന്ന് തൻവീനാണ്. ഇവിടെ തൻവീനിന് പകരം മദ്ദായിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഷൈഅ എന്ന് 2 ഹർക്കത്ത് നീട്ടി അവിടെ വഖഫ് ചെയ്യാം. വഉലൈക, ഇവിടെ ല എന്ന ദീർഘം മദ് മുത്തസിലാണ്, അതായത് ദീർഘാക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ ചേർന്നു വന്നിരിക്കുന്നു. മദ് മുത്തസിലിന്റെ ഹുക്മ് വാജിബാണ്. നിർബന്ധമായും അവിടെ 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതണം. വഉലൈക ഹും വഖൂദുൻ
നാരി. ഇവിടെ വഖൂദു എന്നതിലെ ഊ എന്ന ദീർഘം സാധാരണ ദീർഘമാണ്, 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. അതിനുശേഷം വന്ന നൂനിന് ഷദ് വന്ന കാരണം കൊണ്ട് അവിടെ 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം. വഖൂദുന്നാരി എന്നാണ്. റാഇന് കസ്റയാണ്. പക്ഷെ നമ്മൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ വഖഫ് കാരണം അവിടെ സുക്കൂൻ സംഭവിക്കുന്നു. സുക്കൂനുള്ള അക്ഷരത്തിന് തൊട്ടു മുമ്പ് ദീർഘാക്ഷരമാണ്. വഖഫ് കാരണം സംഭവിക്കുന്ന സുക്കൂനിന് തൊട്ടു മുമ്പ് ദീർഘാക്ഷരം വന്നിരിക്കുന്നു. ഇവിടെ മദ് ആരിദാണ്. ന എന്ന ദീർഘം നമുക്ക് 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. കദബി. ഇവിടെ ഹംസയെ ശ്രദ്ധിക്കണം. ഇവിടെ ഹംസയ്ക്ക് സുക്കൂനാണ്. ഹംസ ഖൽഖലയുടെ അക്ഷരമല്ലാത്തത് കൊണ്ട് ഹംസയ്ക്ക് സുക്കൂൻ വരുമ്പോൾ എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാൻ പാടില്ല. കദബി കദബി ആലി ഫിർഔന. ഈ വാക്കിൽ ശ്രദ്ധിക്കേണ്ടത് റാഇനെയാണ്. റാ എന്ന അക്ഷരം ചില സന്ദർഭങ്ങളിൽ ഹെവിയായും ചില സന്ദർഭങ്ങളിൽ ലൈറ്റായും ഉച്ചരിക്കേണ്ടതുണ്ട്. റാഇന്റെ ലൈറ്റായിട്ടുള്ള ശബ്ദം മലയാളത്തിലെ രാ എന്ന ശബ്ദത്തിന് സാമ്യമുള്ള ശബ്ദമാണ്. റാഇനെ ലൈറ്റ് സൗണ്ട് കൊടുക്കേണ്ട സന്ദർഭം, അതായത് റാഇനെ തർക്കീക്ക് ചെയ്യേണ്ട സന്ദർഭമാണ് ഈ വാക്കിലുള്ളത്. അതായത് റാഇന് സുക്കൂനും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സ്ഥായിയായ കസ്റയും. അതോടൊപ്പം തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ റാഇന് സുക്കൂനുള്ള റാഇന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ഹെവി ലെറ്റർ ആവാതിരിക്കുകയും, അതായത് ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ട അക്ഷരം ആവാതിരിക്കുകയും ചെയ്താൽ അവിടെയുള്ള റാഇനെ തർക്കീക്ക് ചെയ്യണം. ഈ ഒരു നിയമത്തെക്കുറിച്ച്, അതായത് തർക്കീഖു റാഇനെ കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഫിർ എന്ന് ഹെവി ആയിട്ടല്ല അവിടെ ഉച്ചരിക്കേണ്ടത്. ഫിർ ഫിർ ഔന ഫിർ ഔന വല്ലദീന മിൻ ഖ. അവിടെ സുക്കൂനുള്ള നൂൻ, മിൻ എന്നുള്ളതിൽ സുക്കൂനുള്ള നൂൻ കാണാം. സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ളത് ഇഖ്ഫാഇന്റെ അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. മിൻ ഖ മിൻ ഖബ്ലിഹിം ഖബ്ലിഹിം. അവിടെ ബാഇന് സുക്കൂൻ വന്നിരിക്കുന്നു. ബ എന്ന അക്ഷരം ഖൽഖലയുടെ അക്ഷരമാണ്, അതായത് ഖുതൂബ് ജദ്ദിൽ പെട്ട അക്ഷരമാണ്. അതുകൊണ്ട് ബ് എന്ന് മുഴുവനായി വ്യക്തമായി ആ അക്ഷരം അവിടെ കേൾക്കണം. മിൻ ഖബ്ലിഹിം. അവിടെ നമുക്ക് വഖഫ് ചെയ്യാം. അവിടെ നമുക്ക് വഖഫിന്റെ അടയാളം കാണാം. വഖഫ് ചെയ്യൽ അനുവദനീയമാണ്. കല്ലബൂ. ഇവിടെ ദാലിനെ ശ്രദ്ധിക്കണം. ബു എന്ന ദീർഘം സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. ബി ആയാതിന. ഇവിടെ ആ എന്ന ദീർഘവും യ എന്ന ദീർഘവും ന എന്ന ദീർഘവും സാധാരണ ദീർഘങ്ങളാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെയൊന്നും തന്നെ നീട്ടാൻ പാടില്ല. ഫഅഖദഹുമുല്ലാഹു. ഖ എന്ന അക്ഷരം ഹെവി ലെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹെവി സൗണ്ടിൽ തന്നെ പറയാൻ ശ്രദ്ധിക്കണം. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം. ഇവിടെയും നമുക്ക് വഖഫിന്റെ അടയാളം കാണാം, ഖീലി കാണാം. ഇങ്ങനെ വഖഫിന്റെ അടയാളം, അതായത് ഖീലി കണ്ടാൽ അവിടെ നിർത്തുന്നതാണ് ഉത്തമം. വല്ലാഹു ശദീദുൽ ഇഖാബ്. അവിടെ ഖ എന്ന ദീർഘം നമുക്ക് 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ, അതായത് അവിടെ ബാഇന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖ എന്ന ദീർഘം മദ് ആരിദാണ്.
2, 4, 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നമുക്കവിടെ നീട്ടി ഓതാം. ഖുൽ ലില്ലദീന, ഖുൽ ലില്ലദീന എന്നാണ് ഇവിടെയുള്ളത്. ഖുൽ എന്നതിലെ സുക്കൂനുള്ള ലാം തൊട്ടടുത്ത അക്ഷരമായ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ സുക്കൂനുള്ള ലാം അവിടെ ഒരൽപ്പം പോലും കേൾക്കാതെ തൊട്ടടുത്ത അക്ഷരമായ ലാമിന് ശബ്ദ സംഭവിക്കുന്നു. ഉല്ലില്ലദീന, ഉല്ലി, ഉല്ലില്ലദീന. ഇവിടെ ഒരു അക്ഷരം മറ്റൊരു അക്ഷരത്തിലേക്ക് ലയിച്ചു ചേർന്നു. ലയിച്ചു ചേരുക, അതായത് ഇദ്ഗാം ചെയ്യപ്പെട്ടു. ഇവിടെ ഇദ്ഗാം സംഭവിച്ചിട്ടുള്ളത് ഒരേ അക്ഷരങ്ങൾക്കാണ്. അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹറക്കത്തും വന്നിരിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള അക്ഷരം ലാമാണ്. സുക്കൂനുള്ള ലാം ഹറക്കത്തുള്ള ലാമിലേക്ക് ലയിച്ചു ചേർന്നു. ഈ ഇദ്ഗാമിന് പറയുന്ന പേരാണ് ഇദ്ഗാമുൽ മുതമാസിലൈൻ. അതായത് ഒരേ അക്ഷരങ്ങൾക്കാണ് ഇദ്ഗാം സംഭവിക്കുന്നതെങ്കിൽ ആ ഇദ്ഗാമിന് പറയുന്ന പേരാണ് ഇദ്ഗാമുൽ മുതമാസിലൈൻ. ഉദാഹരണത്തിന് ബ എന്ന അക്ഷരം, ബ എന്ന അക്ഷരം അടുത്തടുത്ത് വന്നിരിക്കുന്നു. അതിൽ ആദ്യത്തെ ബഇന് സുക്കൂനും രണ്ടാമത്തെ ബഇന് ഹറക്കത്തുമാണ്. അതായത് ബ് പ്ലസ് ബ, അല്ലെങ്കിൽ ബ് പ്ലസ് ബി, അല്ലെങ്കിൽ ബ് പ്ലസ് ബു, ഇങ്ങനെയാണ് വന്നിട്ടുള്ളതെങ്കിൽ ബ് പ്ലസ് ബ എന്നാണെങ്കിൽ ബ എന്നായി മാറും. ബ് പ്ലസ് ബി എന്നാണെങ്കിൽ ബി എന്നായി മാറും. ബ് പ്ലസ് ബു എന്നാണെങ്കിൽ ബു എന്നായി മാറും. അതായത് രണ്ടാമത്തെ അക്ഷരത്തിന് ശബ്ദ സംഭവിക്കും. ഇങ്ങനെ ഒരേ അക്ഷരങ്ങൾക്ക് സംഭവിക്കുന്ന ഇദ്ഗാമിനെയാണ് ഇദ്ഗാമുൽ മുതമാസിലൈൻ എന്ന് പറയുന്നത്. ഖുൽ ലില്ലദീന കഫറൂ, ഇവിടെ റീ എന്ന ദീർഘവും കഫറൂ എന്നുള്ളതിലെ റൂ എന്ന ദീർഘവും സാധാരണ ദീർഘങ്ങളാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. സതുഗ്ലബൂന, ഇവിടെ ഐനിന്റെ മഖ്റജ് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഐനിന് സുക്കൂൻ കൊടുക്കുമ്പോൾ ഖൽഖലയാവാതെയും ശ്രദ്ധിക്കണം. വതുഹ്ശറൂന, ഹാഇന്റെ മഖ്റജ് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അവിടെ ഹാഇനെ ഖൽഖലയാവാതെ, അതായത് ഹ് എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാതെയും അവിടെ ശ്രദ്ധിക്കണം. വതുഹ്ശറൂന ഇലാ ജഹന്നമ, ഇവിടെ നൂൻ ശബ്ദോട് കൂടിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 2 ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം. അവിടെ നമുക്ക് വഖഫിന്റെ അടയാളമായ സിലി കാണാം. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിർത്താം. അവിടെ നിർത്തുകയാണെങ്കിൽ മീമിന് സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്താം. ഇലാ ജഹന്നം എന്ന് പറഞ്ഞു നമുക്ക് അവിടെ വേണമെങ്കിൽ നിർത്താം. വബിഅസ, ഇവിടെ ഹംസയ്ക്ക് സുക്കൂൻ വന്നിരിക്കുന്നു. ഹംസ ഖൽഖലയുടെ അക്ഷരമല്ല. അതുകൊണ്ട് അവിടെ ഖൽഖലയായി പോകാതെ ശ്രദ്ധിക്കണം. വബിഅസൽ മിഹാദ്, ഹ എന്ന ദീർഘം നമുക്കവിടെ 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ, ദാലിന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹ എന്ന ദീർഘം മദ് ആരിദായി മാറും. 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് അവിടെ നീട്ടി ഓതാം. അതോടൊപ്പം അവിടെ ശ്രദ്ധിക്കേണ്ടത് ദാലിന് സുക്കൂൻ കൊടുക്കുമ്പോൾ ദാൽ എന്ന അക്ഷരം ഖൽഖലയുടെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ദാലിന് സുക്കൂൻ കൊടുക്കുമ്പോൾ ദ് എന്ന് മുഴുവനായി വ്യക്തമായി ആ അക്ഷരം കേൾക്കണം. ഇത്രയും കാര്യങ്ങൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആൻ യാതൊരു പോരായ്മകളുമില്ലാതെ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയാവാനും മറ്റുള്ളവരിലേക്ക് ഖുർആനിനെ എത്തിച്ചു കൊടുക്കാനും അങ്ങനെ കാരുണ്യവാനായ റബ്ബിന്റെ പൂർണ്ണമായ തൃപ്തി കൈവരിക്കാനും നമ്മെ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.